വീണ വിജയന്റെ കേസ് ED കുറ്റപത്രം നൽകുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? പാക്കായാൽ മടിയിൽ വെക്കാം, കമുകായാൽ എന്താ ചെയ്യാൻ പറ്റുക എന്നൊരു പഴമൊഴിയുണ്ട്. മക്കളൊക്കെ വളർന്നു കഴിഞ്ഞു, അവർക്ക് അവരുടേതായ ലോകമാണ്, അവർക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യാം, സ്വന്തമായി കാര്യങ്ങൾ നടത്താം, അവർക്ക് സ്വന്തമായ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളെല്ലാം നേടാം. പ്രത്യേകിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും മകളുടേത് ലോകത്തേക്ക് ജീവിക്കും. വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു മന്ത്രിയാണ്, വലിയൊരു നേതാവിനെയാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ലോകത്ത് ഇതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു പിതാവിന് പറയാം. പക്ഷെ അങ്ങനെ പിതാവ് പറയുമ്പോഴും പിതാവ് നമ്മുടെ മുഖ്യമന്ത്രി ആയിപ്പോയി എന്നുള്ളതാണ് പ്രധാനം. മുഖ്യമന്ത്രി ആകുമ്പോൾ ചില നിയമങ്ങളും നീതിയും നിയതിയൊക്കെ ഉണ്ട്. അത് കുടുംബക്കാരും മനസ്സിലാക്കുക, മക്കളും മനസ്സിലാക്കണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു? വന്നുപോയാൽ കേസ് പറയുകയുള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. തീർച്ചയായിട്ടും കേസ് പറഞ്ഞാലേ കഴിയുള്ളൂ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചും ഭരണഘടന അനുസരിച്ചും കേസ് പറഞ്ഞേ കഴിയുള്ളൂ, അത് ശരിയാണ്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളല്ലേ? എന്ത് സേവനത്തിനാണ് കാശ് മേടിച്ചത്? അതിന് റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ടോ? ആ പണത്തിന് ടാക്സ് അടച്ചിട്ടുണ്ടോ? GST കൊടുത്തിട്ടുണ്ടോ? എത്ര ചോദ്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇതെല്ലാ മക്കൾക്കും ബാധകമാണ്. പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാക്കൾ, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങളൊക്കെ രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ വളരെ കൃത്യമായി അവരുടെ ബന്ധുമിത്രാദികൾ അത് ആലോചിച്ച്. നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ, ജഗതി ശ്രീകുമാറിന്റെയൊക്കെ കഥാപാത്രമല്ലേ? മന്ത്രിയുടെ അളിയനായിട്ട് നിന്ന് എൻ്റെ അളിയനാണ് മന്ത്രി എന്നൊക്കെ പറഞ്ഞ്, മരുമകനാണെന്നൊക്കെ അമ്മാവനാണെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര സിനിമകളിലാണ് കാശുണ്ടാക്കുന്നത്, ശുപാർശകൾ, അനധികൃതമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. മന്ത്രിമാരുടെയും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സിവിൽ സർവീസിൽ ഇരിക്കുന്നവരുടെയൊക്കെ മക്കൾ, ചെറുമക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങളൊക്കെ ഇതൊരു പാഠമായിട്ട് എടുക്കണം. അല്ലാതെ യാതൊരു ഉടുപ്പില്ലാതെ കേസായാൽ കേസ് പറയും, ഞങ്ങൾ കേസ് നേരിടും, അത് പൈസ കൊടുത്തതല്ലേ, വെള്ളപ്പണമല്ലേ, കറുത്ത പണമല്ലോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അതിനെ ന്യായീകരിച്ച് മെഴുകി അങ്ങനെ പോകുന്നത് ശരിയല്ല. വളരെ കൃത്യമായി ഇതിനകത്ത് മറുപടി ഉണ്ടാവണം. നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പൗരന്മാരുടെ പണമാണ്. ഒരു സ്ഥാപനം സർവീസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിന് കൃത്യമായി സർവീസ് കിട്ടണം. ഇനി സർവീസിന് അല്ലെങ്കിൽ അവർ പണം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉദ്ദേശം കാണും. മനുഷ്യന്റെ ഡയറി കുറിപ്പൊക്കെ നമുക്കറിയില്ലേ, ഡയറിയിൽ അവർ എഴുതി വെക്കും, ഇന്നയാളിന് കൊടുത്തിരിക്കുന്ന പൈസ, ഇന്നയാളുടെ മകന് കൊടുത്തിരിക്കുന്നു, ഇന്നയാളുടെ മകൾക്ക് പൈസ കൊടുത്തിരിക്കുന്നു, വീണ വിജയന് പൈസ കൊടുത്തിരിക്കുന്നു, 2 കോടി അടുത്ത തുക കൊടുത്തിരിക്കുന്നു. എന്തിനു കൊടുത്തു? എന്ത് സേവനമാണ് ലഭിക്കുന്നത്? എന്ത് കാര്യമാണ് ഇതിനുള്ള സഹായമായി ലഭിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പവർ പോയിന്റിനകത്ത് അടുത്ത് നിൽക്കുന്നവർ ഇത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. മക്കൾ മാഹാത്മ്യത്തിന്റെ ഒരു കാലമാണ് ഇവിടെ കാണുന്നത്. കുടുംബത്തിന്റെ പേരിലാണ് ഇതൊക്കെ കേൾക്കുന്നത്. എത്ര നേതാക്കളുടെ മക്കളുടെ പേരിലാണ് ഇതെല്ലാം കേൾക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുമ്പോൾ അപ്പോൾ പറയും ഇത് എല്ലാ പാർട്ടിയിലും ഇല്ലേ, ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രമല്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് കഴിയില്ല. കാരണം ആദർശത്തിന്റെ അപ്പോസ്തലന്മാരാണ്, ആദർശശുദ്ധിയുള്ളവരാണ്. പക്ഷെ ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് അല്ലെങ്കിൽ ഒരു ബൂർഷ്വാ സിസ്റ്റത്തിലൊക്കെ ജീവിക്കും, ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ ബൂർഷ്വാ സിസ്റ്റത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആഗോളവൽക്കരണ കാലത്തിലാണെങ്കിൽ പോലും, നമുക്ക് ഇതുപോലത്തെ ഒരു ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും അവിടെയെല്ലാം കുറേ മൂല്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണ്ടേ? പക്ഷെ നിർഭാഗ്യവശാൽ ഇതിലത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ വിജയന്റെ പോലെയുള്ള ആളുകൾ ഇത് തിരിച്ചറിയണം, തിരുത്തപ്പെടണം. നിങ്ങൾ തിരുത്തണം. നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങൾ 2 കോടി രൂപ എന്ന് പറഞ്ഞാൽ, ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് 2 കോടി രൂപ എന്ന് പറഞ്ഞാൽ നാമമാത്രമായ തുകയല്ലേ? എത്ര നിസ്സാര തുകയാണ്. എത്ര കോടിയുടെ ഇമേജാണ് പോകുന്നത്. 2 കോടി സമ്പാദിച്ചെങ്കിൽ എത്ര കോടിയുടെ ഇമേജാണ് പോകുന്നത്. ക്രോണി ക്യാപിറ്റലിസത്തിന്റെ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. ചങ്ങാത്ത മുതലാളിത്തമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ചങ്ങാത്ത മുതലാളിത്തത്തിലേക്ക് വരുന്ന മുതലാളിമാർ ആരായാലും അവർ പണം തരുമ്പോൾ അവരും ചിലത് ആഗ്രഹിക്കും. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കണ്ടേ മക്കളായിട്ടുള്ളവർ? അവർ ആ പണം തിരികെ കൊടുക്കണം. 2 കോടിയുടെ സേവനം വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ട് കാര്യം ഒഴിവാക്കണം. ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതിനെ ന്യായീകരിച്ച് 2 കോടി രൂപയ്ക്ക് വേണ്ടി 2000 കോടി രൂപയുടെ കേസ് പറയാൻ തയ്യാറായി നിൽക്കുകയാണ് ആളുകൾ. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? നമ്മുടെ വ്യവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ മൂല്യങ്ങളും ഇല്ലാതാകുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. കലികാലത്തിന്റെ വല്ലാത്ത വികലമായ കാലത്തിലൂടെയാണോ, സമയത്തിലൂടെയാണോ നാം സഞ്ചരിക്കുന്നത്? തീർച്ചയായിട്ടും മക്കൾമാർ ഇത് തിരിച്ചറിയണം. അതുപോലെ മക്കൾമാരെന്ന് ഉദ്ദേശിച്ചത് കേവലം മക്കൾമാർ മാത്രമല്ല, മന്ത്രിമാരുടെ, IAS-കാരുടെ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ, ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുമിത്രാദികൾ ഗൗരവമായി ഇത് കാണണം, ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ
ദയവായി ചെയ്ത് നിങ്ങൾ ഇത് ചെയ്യരുത്. അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾ അവരെ തള്ളിപ്പറയണം. ഞങ്ങളുടെ അങ്ങനെ ഒരു ബന്ധുവില്ല, ഞങ്ങൾക്ക് അങ്ങനെ ആളില്ല എന്ന് തള്ളിപ്പറയണം. ഇത് ഓണപ്പെയ്യുകയും തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു സ്വാതന്ത്ര്യമായി എടുത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനും പണമുണ്ടാക്കുകയും അനധികൃതമായി സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ നിരാലംബരായ പാവപ്പെട്ട ആളുകൾ നോക്കി നിൽക്കുക അല്ലാതെ ജനാധിപത്യത്തിൽ മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഗതികേട്.